നമസ്കാരം. ഫോക്കസ് കേരളത്തിലേക്ക് സ്വാഗതം. സോളിഡാരിറ്റി എന്ന യുവജന പ്രസ്ഥാനം ഏഴാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ ജനപക്ഷ രാഷ്ട്രീയവും സാമൂഹിക ഇടപെടലും ഫോക്കസ് കേരളം പരിശോധിക്കുന്നു. ഒപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് ഫോക്കസ് കേരളം പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് പോകുന്നു. കിനാലൂർ സംഭവത്തിൽ CPM പ്രതിസ്ഥാനത്ത് നിർത്തിയ സോളിഡാരിറ്റി രൂപീകരിച്ചിട്ട് ഇന്ന് 7 വർഷം തികയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയാണെങ്കിലും ഇടതുപക്ഷ ശൈലിയിൽ പ്രവർത്തിച്ചാണ് സോളിഡാരിറ്റി ശ്രദ്ധ പിടിച്ചുപറ്റിയത്. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ച മാറ്റങ്ങളാണ് സോളിഡാരിറ്റിക്ക് മുഖ്യധാരയിലേക്ക് പ്രവേശിക്കാൻ അവസരമൊരുക്കിയത്. കോഴിക്കോട് നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 80കളിൽ സിമിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു യുവജന സംഘടന ഇല്ലാത്തതിന്റെ കുറവ് നികത്തിയത്. സിമി നിരോധിച്ചതോടെ ജമാഅത്തെ ഇസ്ലാമി പ്രതീക്ഷ അർപ്പിച്ച ചെറുപ്പക്കാരിൽ പലരും ISSലേക്കും NDFലേക്കും പോയി. 90കളുടെ മധ്യത്തോടെ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷ സ്വഭാവത്തോടെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടു തുടങ്ങി. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രവും ആഴ്ചപതിപ്പും ഒരേ സമയം മതപരിഷ്കരണവാദികളുടെയും നവ ഇടതുപക്ഷത്തിന്റെയും പ്രചാരണ വേദിയായി മാറി. DYFയും പരിഷത്തും പരിസ്ഥിതി ദളിത് പ്രശ്നങ്ങളിൽ നിന്ന് പതുക്കെ പിൻവാങ്ങി തുടങ്ങി. ഇതോടെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വന്തമായി ഒരു യുവനിരയെ മുഖ്യധാരയിലെത്തിക്കണമെന്ന ആലോചന തുടങ്ങിയത്. അങ്ങനെ 2003 മെയ് 13 സോളിഡാരിറ്റിക്ക് രൂപം കൊടുത്തു. സോളിഡാരിറ്റിയുടെ മെമ്പർഷിപ്പ് ഏകദേശം അംഗങ്ങളും പ്രവർത്തകരും അനുഭാവികളും അടക്കം 75,000-ന് മുകളിൽ സോളിഡാരിറ്റി കേരളത്തിലുണ്ട്. 1000-ലധികം ഘടകങ്ങൾ സോളിഡാരിറ്റിക്കുണ്ട്. മെമ്പർ എന്ന് പറയുന്നത് സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റിനുമായിട്ട് അഭിമുഖം നടത്തി അംഗീകരിക്കുന്ന രീതിയിലാണ് സോളിഡാരിറ്റികളുണ്ട്. അതുപോലെ തന്നെ ഒരു 5,000-ന് മുകളിൽ അംഗങ്ങളും 20,000-ഓളം മറ്റു പ്രവർത്തകരും സോളിഡാരിറ്റിക്കുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നേതാവുമായുള്ള അഭിരുചി പരീക്ഷയ്ക്ക് ശേഷമുള്ള സംഘടനാ പ്രവേശനം എന്ന രീതി ആദ്യം നടപ്പിലാക്കിയത് സോളിഡാരിറ്റിയാണ്. കഴിഞ്ഞ UDF സമരകാലത്തെ എക്സ്പ്രസ് വേ വിരുദ്ധ സമരം, പ്ലാച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരം, ഏറ്റവും ഒടുവിൽ കിനാലൂർ സമരം എന്നിങ്ങനെ എല്ലായിടത്തും സോളിഡാരിറ്റി പഴയ DYFക്കാരെ പോലെ രോഷാകുലരായി. ഒരു കാലത്ത് ഇടതുപക്ഷമാണ് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തിരുന്നത്. അവരാണ് ജനങ്ങളുടെ പക്ഷത്ത് നിലനിന്നിരുന്നത്. സോളിഡാരിറ്റി രൂപീകരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന പ്രശ്നം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, വിശേഷിച്ച് ഇടതുപക്ഷം, സാമൂഹിക വിഷയങ്ങളിൽ നിന്ന് ജനകീയ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയുകയും നവമുതലാളിത്തത്തിന്റെ ആശയങ്ങൾ സ്വീകരിക്കുകയും അതിന്റെ വികസന രീതികൾ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ യുവജന സംഘടനകൾ പിന്നോട്ടുപോയി. സോളിഡാരിറ്റി അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുകയും സമരം നടത്തുകയും ചെയ്തു. CPM ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന നിലയിലേക്ക് സ്വയം തിരിച്ചറിഞ്ഞ് പിൻവാങ്ങിയതോടെ സോളിഡാരിറ്റിക്ക് കാര്യങ്ങൾ എളുപ്പമായി. എന്നാൽ DYFയെ പോലെ സോളിഡാരിറ്റി സമരത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. വിദേശ മലയാളികളുടെ പണത്തിന്റെ പിൻബലത്തിൽ ചില സേവന പ്രവർത്തനങ്ങളും അവർ നടത്തി. വേട്ടക്കാരനും ഇരയുമായി ഒരേ സമയം സമരസപ്പെട്ട ഇടതു പാർട്ടികൾ ഉണ്ടാക്കിയ വിടവിലേക്കാണ് സോളിഡാരിറ്റി എന്ന 7 വയസ്സ് മാത്രം പ്രായമുള്ള പ്രസ്ഥാനം നുഴഞ്ഞു കയറിയത്. അതുവഴി ജമാഅത്തെ ഇസ്ലാമി എന്ന മതസംഘടനയ്ക്ക് മുഖ്യധാരയിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയും അവർ ഇപ്പോൾ ഒരുക്കുന്നു. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഈ വിഷയം ഫോക്കസ് കേരളം ചർച്ചയ്ക്കെടുക്കുമ്പോൾ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് P. ശ്രീരാമകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് M. ലിജു, സോളിഡാരിറ്റി നേതാവ് മുഹമ്മദ് നജീബ്, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് KM ഷാജി എന്നിവർ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ മുഹമ്മദ് നജീബ്, എന്താണ് സോളിഡാരിറ്റിയുടെ രാഷ്ട്രീയം, കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലെ ഇടപെടൽ പ്രസക്തി? സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഏറ്റവുമേറെ ശ്രദ്ധിച്ചിരിക്കുന്നത് കേരളത്തിന് ഒരു ജനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അത് ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പാർശ്വവൽകൃതരായി കേരളത്തിൽ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ ഇരകളെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ കേരളത്തിന്റെ ഏറ്റവും മുഖ്യമായ ഒരു ചർച്ചാ വിഷയമായിട്ട് എന്താണ് വികസനത്തിന്റെ പേരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരത എന്താണ്, അങ്ങനെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു ഒരു യുവ സമൂഹത്തെ വാർത്തെടുക്കുവാൻ കേരളത്തിൽ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ 7 വർഷങ്ങളിൽ സോളിഡാരിറ്റി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കേരളത്തിലെ ജനതയോടും ദൈവത്തോടും വലിയ നന്ദിയുണ്ട്. മതാതീത മാനവികത എന്നൊരു സന്ദേശത്തിന് പകരം മതത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്താരീതിയാണ് സോളിഡാരിറ്റി പിന്തുടരുന്നതെങ്കിൽ അത് എത്രത്തോളം മതേതരമാകും, അത് എത്രത്തോളം കേരളത്തിന്റെ ഒരു സാമൂഹിക മണ്ഡലവുമായി ബന്ധപ്പെട്ട് പ്രസക്തമാകും? തീർച്ചയായും മാനവികതയും മതവും എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ രണ്ട് സംഗതികളല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ മാനവികത ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവ് ഒന്നാണ്, അവരുടെ സംരക്ഷകൻ ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ലോകത്തിലെ മുഴുവൻ സമൂഹവും ഒരൊറ്റ ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാനവികതയെ പരിപോഷിപ്പിക്കുവാനും മാനവികതയുടെ മൂല്യങ്ങളെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുവാനും സാധിക്കുക മതമൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള, യഥാർത്ഥ മതമൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള, ആത്മീയ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള
ഒരു സാമൂഹിക വിമോചന ചിന്തക്കാണ് എന്നാണ് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നത്. ശ്രീ നജീബ് അതാണ് നമ്മൾ ആത്മീയമായ പഠിച്ചിരിക്കുന്നത്. ചിന്തകളിലും അത്തരം പ്രത്യയശാസ്ത്രത്തിലും ഉറച്ചു നിൽക്കുകയും ഒരു പൊതു സ്വീകാര്യതയ്ക്ക് വേണ്ടി ഇത്തരം സമരങ്ങൾ സോളിഡാരിറ്റി ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെ നിഷേധിക്കും? തീർച്ചയായും ഇവിടെ രൂപപ്പെട്ടു വരുന്ന ഒരു പൊതുബോധം അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു പൊതുബോധമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹിക വിമോചന ചിന്ത എന്നത് അസ്ഥാനത്താണെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു രഹസ്യ അജണ്ടയും അതിനില്ല. അത് അടിയുറച്ച് വിശ്വസിക്കുന്ന ആദർശത്തെക്കുറിച്ച് തുറന്നു പറയുകയും ആ ആദർശത്തിന്റെ വെളിച്ചത്തിൽ സോളിഡാരിറ്റിയെ മതം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി ഇടപെടാനാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രീരാമകൃഷ്ണൻ ഏത് സ്പേസിലേക്കാണ്, കേരളത്തെ സംബന്ധിച്ച് ഏത് സ്പേസിലേക്കാണ് സോളിഡാരിറ്റി കടന്നു വരുന്നത്? അത് ഇടതുപക്ഷത്തിന്റെ സ്പേസ് ആണോ? ഞാൻ ആദ്യമേ പറയാം, എന്നോട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട വ്യക്തി പറഞ്ഞത് കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വികസനത്തിന്റെ രാഷ്ട്രീയത്തിൽ യുവജന സംഘടനകളുടെ അഭിപ്രായത്തെ സംബന്ധിച്ചാണ്. സോളിഡാരിറ്റിയെ സംബന്ധിച്ചൊരു ചർച്ചയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഒന്ന്, ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ശത്രുവായിട്ട് ഞങ്ങൾ സോളിഡാരിറ്റിയെ കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. സോളിഡാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച എന്നതിലുപരി കേരളത്തിലെ മൊത്തത്തിൽ യുവജന സംഘടനകളുടെ ഇടപെടൽ ഈ ചർച്ചയിൽ പരിശോധിക്കണം, അത്തരത്തിൽ വിലയിരുത്തണം എന്നുകൂടി ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തന്നെ സോളിഡാരിറ്റി